വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു. പോളിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തി. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 26.67 ലക്ഷം വോട്ടർമാർ വിധിയെഴുതും. എറണാകുളം ജില്ലയിൽ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് സാമഗ്രികളുമായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തി. പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമാണ് ഒരു ബൂത്തിൽ സേവനമനുഷ്ഠിക്കുക. സുരക്ഷയ്ക്ക് പോലീസുമുണ്ടാകും. ത്രിതല വോട്ടെടുപ്പ് നടത്തേണ്ടതുള്ളതിനാൽ പഞ്ചായത്ത് ബൂത്തുകളിലേക്ക് മാത്രം 10,476 ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ബൂത്തുകളിലേക്ക് 2,368 പേരെയും കോർപ്പറേഷൻ ബൂത്തുകളിലേക്ക് 1,700 പേരെയുമാണ് വോട്ടെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത്. പോളിംഗ് ജീവനക്കാർ രാത്രി ബൂത്തുകളിലായിരിക്കും കഴിയുക. വോട്ടെടുപ്പ് തുടങ്ങും മുൻപ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത സ്ഥാനാർത്ഥികളെയും അവരുടെ ഏജന്റുമാരെയും ബോധ്യപ്പെടുത്തും. പഞ്ചായത്ത് ബൂത്തുകളിൽ 3 വോട്ടുകൾ ചെയ്യണമെന്നതിനാൽ 3 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും 1 ബാലറ്റ് യൂണിറ്റാണ് ഉണ്ടാവുക. നോട്ട ഇല്ലാത്തതിനാൽ നിഷേധ വോട്ട് ചെയ്യാനാകില്ല. ബൂത്തിലെത്തിയാൽ വോട്ട് ചെയ്യേണ്ടി വരും. അതേസമയം 3 വോട്ടുകൾ ചെയ്യേണ്ട പഞ്ചായത്ത് ബൂത്തുകളിൽ 1-2 വോട്ടുകൾ മാത്രം ചെയ്യാൻ സൗകര്യമുണ്ടാകും. 3 വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവർ 1-2 വോട്ട് ചെയ്ത ശേഷം അവസാന ബാലറ്റ് യൂണിറ്റിലെ എൻഡ് ബട്ടൺ അമർത്തിയാൽ ബൂത്ത് വിടാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ രാവിലെ 6 മുൻപ് ബൂത്തുകളിലെത്തണം. 6 മണിക്കാണ് മോക്ക് പോളിംഗ്. വൈകിട്ട് 6 മണിക്ക് ബൂത്തുകളുടെ ഗേറ്റ് അടയ്ക്കും. ആ സമയത്ത് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകും. അവർ വോട്ട് ചെയ്തു തീരും വരെ വോട്ടെടുപ്പ് തുടരും. 6 മണിക്ക് ശേഷം ആരെയും ബൂത്ത് വളപ്പിലേക്ക് പ്രവേശിപ്പിക്കില്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.